ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലൻ ഫുട്ബോൾ. അങ്ങനെ സൗത്താംപ്ടനെതിരായുള്ള ഒരു എവേ വിക്ടറിയോട് കൂടി ആഴ്സണലിൻ്റെ ഈ ഒരു പ്രീമിയർ ലീഗ് സീസൺ 24-25 പ്രീമിയർ ലീഗ് സീസൺ അവസാനിച്ചിരിക്കുകയാണ്. സോ ക്ലബിന് വേണ്ടി അവസാന മത്സരം കളിച്ച കീറൻ ടിയർണിയുടെ വക ഒരു ഗോളും അതേപോലെ ക്യാപ്റ്റനായ മാർട്ടിൻ ഓഡഗാർഡിൻ്റെ വക മറ്റൊരു ഗോളും കൂടി ചേർത്താണ് ആഴ്സണലിന് ഈ ഒരു 2-1 വിക്ടറി കിട്ടിയത്. സോ ഇതോടുകൂടി പോയിന്റ് ടേബിളിൽ തുടർച്ചയായി 3-ാം സീസണും ആഴ്സണൽ രണ്ടാമത് തന്നെ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. 74 പോയിൻ്റാണ് ആഴ്സണലിന് 38 മത്സരങ്ങളിൽ നിന്ന് ഈ ഒരു പ്രീമിയർ ലീഗ് സീസണിൽ നേടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റ് സീസണിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 89 പോയിൻ്റ് ആഴ്സണൽ ലാസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്നു. സോ അതിനെ വെച്ച് നോക്കുമ്പോൾ 15 പോയിൻ്റ് കുറവാണ് ഈ ഒരു സീസണിൽ. സോ ഇനിയിപ്പോൾ ചാമ്പ്യന്മാരായ ലിവർപൂളുമായിട്ട് എത്ര പോയിന്റിന് വ്യത്യാസം ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂളിന് 84 പോയിൻ്റാണുള്ളത്, ആഴ്സണലിന് 74. 10 പോയിന്റിൻ്റെ ഡിഫറൻസിനാണ് ഇത്തവണ പ്രീമിയർ ലീഗ് ആഴ്സണൽ നഷ്ടപ്പെടുത്തിയത് എന്നുള്ളതാണ്. ആൻഡ് കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ വെറും 2 പോയിന്റിൻ്റെ വ്യത്യാസമാണ് മാൻ സിറ്റി ആഴ്സണലിനെ പിന്തള്ളിയത്. ഇത്തവണ 10 പോയിന്റിൻ്റെ വ്യത്യാസം വന്നു. സോ അതിനെ മാർക്ക് ചെയ്യുന്ന തരത്തിലൊരു സീസൺ തന്നെയായിരുന്നു നമുക്ക്. സോ ഇനി നമ്മൾ ലാസ്റ്റ് സീസണായിട്ട് ഈ ഒരു സീസൺ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് സീസണിൽ ഇതേപോലെ 2ാം സ്ഥാനം തന്നെയായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ പോയിൻറ്റ്സിൻ്റെ കാര്യത്തിൽ 89 പോയിൻ്റ് ആഴ്സണൽ ഉണ്ടായിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞു. അതേപോലെ വിജയങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ ആഴ്സണലിന് പ്രീമിയർ ലീഗിൽ 20 വിജയമാണ് നേടാൻ കഴിഞ്ഞത്. കഴിഞ്ഞ സീസണിൽ 28 വിജയം ഉണ്ടായിരുന്നു ആഴ്സണലിൽ. ആൻഡ് തോൽവികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ 5 തോൽവിയായിരുന്നെങ്കിൽ ഈ ഒരു സീസണിൽ 4 ആഴ്സണൽ ചുരുക്കി എന്നുള്ളതാണ്. പക്ഷേ മേജർ നെഗറ്റീവ് ഡിഫറൻസ് നമുക്ക് വന്നത് നമ്പർ ഓഫ് ഡ്രോസിൻ്റെ കാര്യത്തിലാണ്. കഴിഞ്ഞ സീസണിൽ നമുക്ക് നേടാൻ കഴിഞ്ഞത് 5 ഡ്രോ ആയിരുന്നെങ്കിൽ ഈ ഒരു സീസണിൽ 14 ഡ്രോ ആഴ്സണൽ ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. അതിനകത്ത് ലീഡിൽ നിന്നിട്ട് തന്നെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത കാര്യത്തിലൊരു റെക്കോർഡ് തന്നെ ആഴ്സണൽ ഈ ഒരു സീസണിൽ ഉണ്ട് എന്നുള്ളതാണ്. സോ ആ നമ്പർ ഓഫ് ഡ്രോസ് ഒരു ക്രൂഷ്യൽ ഫാക്ടറായി പോയിന്റ് ടേബിളിൽ എന്നുള്ളതാണ്. സോ ഇനിയിപ്പോൾ പ്രീമിയർ ലീഗിൽ ആ 2ാം സ്ഥാനം ഇങ്ങനെ 3 വർഷമായിട്ട് നിലനിർത്തി പോകുന്നു. പക്ഷേ കോണ്ടിനെൻ്റൽ കോമ്പറ്റീഷൻ, അതായത് നമ്മുടെ ചാമ്പ്യൻസ് ലീഗിൽ ആഴ്സണൽ ചെറിയൊരു പുരോഗമനം വന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് സീസണിൽ ബയൺ മ്യൂണിച്ചിനെതിരെ ക്വാർട്ടർ ഫൈനലിൽ തോറ്റ് പുറത്താവുകയായിരുന്നു എങ്കിൽ ഈ ഒരു സീസണിലേക്ക് സെമി ഫൈനൽ വരെ എത്തി, എന്നിട്ട് പുറത്തായി. ആൻഡ് FA കപ്പിൽ അവസ്ഥ സെയിം തന്നെ, 3rd റൗണ്ടിൽ തന്നെ പുറത്തായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അടുത്ത്. EFL കപ്പിൽ, അതായത് കരബാവോ കപ്പിൽ ഇത്തവണയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, സെമി ഫൈനൽ വരെ എത്തി, എന്നിട്ട് ന്യൂകാസ്റ്റൽ യുണൈറ്റഡിൻ്റെ അടുത്ത് തോറ്റു. സോ ഇതാണ് ആഴ്സണലിൻ്റെ ഈ ഒരു സീസണിൽ ഓരോ കപ്പുകളിലെയും ലൈഫ് ഇത്രയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. ഇനി ഗോൾ അടിച്ചതിനെ ഗോൾ വാങ്ങിയതിൻ്റെയും കണക്കും കൂടി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ആഴ്സണൽ 69 ഗോൾ അടിച്ചു. കഴിഞ്ഞ സീസണിലാണെങ്കിൽ 22 കൂടുതൽ ഗോളുകൾ ആഴ്സണലിന് അടിക്കാൻ കഴിഞ്ഞായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ ഗോൾ വഴങ്ങിയതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 34 ഗോളാണ് ഈ സീസണിൽ ആഴ്സണൽ മേടിച്ചിരിക്കുന്നത്. അതൊരു ബെസ്റ്റ് ഡിഫൻസീവ് റെക്കോർഡ് തന്നെയാണ് ഈ ഒരു സീസണിലേക്ക് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ കഴിഞ്ഞ സീസണിൽ 29 ഗോളെ ആഴ്സണൽ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. സോ എനിവേ നല്ല ഡിഫൻസീവ് റെക്കോർഡ് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ അറ്റാക്കിങ്ങിൽ ടീം വളരെയധികം പുറകോട്ട് വീണുപോയി എന്നുള്ളതാണ്. ആൻഡ് ലീഡ് എടുത്തതിന് ശേഷം ഒരുപാട് ഡ്രോസ് വഴങ്ങിയതോ അല്ലെങ്കിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തോ എല്ലാം പോയിന്റ് ടേബിൾ ശരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എനിവേ എന്തുകൊണ്ടാണ് ആഴ്സണലിന് ഇത്തവണയും ഒരു കപ്പടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കപ്പടിക്കാൻ കഴിയാതെ പോയത്? ഇപ്പോൾ തുടർച്ച 5 വർഷമായി മിക്കൽ ആർട്ടറ്റ വന്നതിന് ശേഷം 5 വർഷമായിട്ടൊരു കപ്പ് പോലും ഇല്ലാണ്ട് ക്ലബ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. സോ അതിന് ഉള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അതിന് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചെറുതായിട്ട് ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. സോ ആദ്യമേ തന്നെ ഒരു മേജർ ഫാക്ടർ എന്ന് എടുത്തു പറയുന്ന ഒരു കാര്യം ഇഞ്ചുറീസ് തന്നെയാണ്. ഇപ്പോൾ റൈവൽ ഫാൻസ് പറയും അതൊരു സില്ലി എക്സ്ക്യൂസാണ് കാര്യങ്ങളാണെന്നൊക്കെ പറയും. പക്ഷേ ആഴ്സണലിൻ്റെ സീസൺ ഫുൾ ഓൺ ഇൻവോൾവ് ചെയ്ത് കണ്ട ഏതൊരു ഫാനും മനസ്സിലാവും ആ ഇഞ്ചുറീസ് ഈ ഒരു സീസണിൽ ടീമിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, എത്രത്തോളം അലട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ഇഞ്ചുറീൻ്റെ ലിസ്റ്റ് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഏർലി സെപ്റ്റംബറിൽ ഒഡഗാർഡിൻ്റെ പേര് തുടങ്ങി സീസണിൻ്റെ അവസാനം സെൻ്റർ ബാക്കായ സാലിബയുടെ പേര് വരെ വന്നു നിൽക്കും എന്നുള്ളതാണ്. നമ്മുടെ പ്രോമിനൻറ്റ് പ്ലേയേഴ്സ് മിക്കവർക്കും ഇഞ്ചുറി കൺസേൺസ് ഈ ഒരു സീസണിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലിസ്റ്റ് എടുത്ത് പറയുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, ഒഡഗാർഡ്, ബുക്കായോ സാക്ക, സ്ട്രൈക്കേഴ്സായിട്ട് കളിച്ചിരുന്ന കൈ ഹാവേർട്സ്, ഗബ്രിയേൽ ജീസസ്, മാർട്ടിനെല്ലി. ഡിഫൻസീവ് ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ കാലഫിയോറി, ഗബ്രിയേൽ, സാലിബ, ബെൻ വൈറ്റ്, ടോമിയാസിൻ്റെ കാര്യമൊന്നും പറയേ വേണ്ട, സിഞ്ചക്കോ, ഇങ്ങനെ 90% ഓഫ് ദ സ്റ്റാർട്ടിംഗ് 11 ഇഞ്ചുറി കൺസേൺസ് ഈ ഒരു സീസണിലുണ്ടായിരുന്നു. ചിലതൊക്കെ ലോങ് ടൈം ആയിരുന്നു. ഒഡഗാർഡിൻ്റെ, ബുക്കായോ സാക്കൻ്റെ ഒക്കെ ഇഞ്ചുറീസ് ലോങ് ടൈം ആയിരുന്നു. കൈ ഹാവേർട്സിൻ്റെ ലോങ് ടൈം ആയിരുന്നു. ടോമിയാസ് സീസണിലേ ഇല്ല, പോട്ടെ. ഇത്രയും ഇഞ്ചുറി കൺസേൺസ് ജൂലിയൻ ടിമ്പറിനുണ്ട്. ഇപ്പോൾ ഇഞ്ചുറി കൺസേൺസ് സീസണിൻ്റെ അവസാനത്തേക്ക് ജൂലിയൻ ടിമ്പറിന് ഇഞ്ചുറി കൺസേൺസ് വരാൻ തുടങ്ങിയത്. ഒരു സീസൺ മുഴുവൻ നമ്മുടെ മേജർ പ്ലേയേഴ്സിന് പല പീരീഡുകളിലായിട്ട് ഇഞ്ചുറി കൺസേൺസ് വന്നൊരു സീസൺ തന്നെയായിരുന്നു. ഒരു
എന്താ പറയുക, ഗതി കിട്ടാത്തൊരു സീസൺ എന്നൊക്കെ പറയില്ല, അതേപോലെയായിരുന്നു ഇഞ്ചുറി കൺസേൺസ് വന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഓരോ ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുമ്പോൾ നമുക്ക് പേടിയാണ്, പ്രാർത്ഥനയാണ്, ദൈവമേ അടുത്തൊന്നും കൊണ്ട് കയറി വരല്ലേ എന്നുള്ളത്. ഇപ്പോൾ ഒഡെഗാർഡ് ഇഞ്ചേർഡ് ആയത് ആ ഇൻ്റർനാഷണൽ ബ്രേക്കിനിടയിൽ, കാലഫിയോറി ഇഞ്ചേർഡ് ഇൻ്റർനാഷണൽ ബ്രേക്കിനിടയിൽ, ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിയുമ്പോൾ ഓരോ ഇൻ്റർനാഷണൽ ബ്രേക്ക് നമ്മൾ പേടിയാണ് ആർസണൽ ഫാൻസിൻ്റെ അടുത്ത പുതിയ ഇഞ്ചുറി എന്തായിരിക്കും എന്നുള്ളത്. സോ ഇഞ്ചുറി കൺസേൺസ് വളരെയധികം ബാധിച്ച ഒരു സീസൺ തന്നെയായിരുന്നു. അതേപോലെ ഇഞ്ചുറി കഴിഞ്ഞ് വരുന്ന പ്ലേയേഴ്സിനും അവിടെ 100% ടീമിന് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പിച്ചിലെന്ന് ചോദിച്ചാലും സംശയമാണ്. ആൻഡ് കറക്റ്റായിട്ടുള്ള ബാക്കപ്പ് പ്ലേയേഴ്സിൻ്റെ അഭാവവും ടീമിനെ വല്ലാണ്ട് ബാധിച്ചു. ഈ ഒരു ഇഞ്ചുറീസൊക്കെ വന്നപ്പോഴാണ് ടീം അത്രയും എക്സ്പോസ്ഡ് ആയത് എന്നുള്ളതാണ്. ഒരു സ്ട്രോങ് സ്റ്റാർട്ടിംഗ് ലെവൻ തന്നെ ഉണ്ടായിരുന്നു ഇൻ പേപ്പർ, പക്ഷേ ഇതിലെ കുറേ പ്ലേയേഴ്സിന് ഒരു മേജർ ഇഞ്ചുറീസ് സ്ട്രക്കായി കഴിഞ്ഞപ്പോൾ ടീം വല്ലാതെ നമ്മുടെ എക്സ്പോസ്ഡ് ആയി. ബാക്കപ്പ് പ്ലേയേഴ്സിൻ്റെ അഭാവം, എസ്പെഷ്യലി ക്യാപ്റ്റനായ മാർട്ടിൻ ഒഡെഗാർഡിൻ്റെ ഇഞ്ചുറി, സീസണിൻ്റെ തുടക്കത്തിൽ ആ ഒരു ഇഞ്ചുറി സംഭവിച്ചപ്പോൾ കറക്റ്റായിട്ടൊരു പ്ലെയർ, ആ ഒരു പൊസിഷനിലേക്ക് ഒരു സ്പെഷ്യലിസ്റ്റ് പ്ലെയറിനെ വെച്ച് മേക്കപ്പ് ചെയ്യാനായിട്ട് ടീമിന് കഴിയാത്തൊരു സാഹചര്യമൊക്കെ വന്നു. സക്കയുടെ കാര്യത്തിലും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഒരു സ്പെഷ്യലിസ്റ്റ് വിങ്ങർ ഇല്ലാത്തതിൻ്റെ പ്രശ്നമൊക്കെ ആ ഒരു ഏരിയയിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നു. കറക്റ്റായിട്ടൊരു ബാക്കപ്പ് പ്ലേയേഴ്സ് ഇല്ലാത്തത് വളരെയധികം ടീമിനെ ഗുരുതരമായി ബാധിച്ചൊരു സീസൺ തന്നെയായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ മേജർ ഫാക്ടർ എന്ന് എടുത്തു പറയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ടൂത്ത്ലെസ് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രൈക്കറിൻ്റെ അഭാവം എന്നുള്ളതാണ്. സോ ഈ ഒരു സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ ആർസണലിൻ്റെ ഒരു മിഷൻ, നമ്മളിപ്പോൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു മിഷൻ ഉണ്ടാവും, ഒരു പ്രയോറിറ്റി ടാർഗറ്റ് ഉണ്ടാവും. സോ അത് ഈ ഒരു സീസണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആർസണലിന് പ്രീമിയർ ലീഗ് വിജയിക്കുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 2 സീസണിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സിൽവർ വെയർ നേടുക, പ്രീമിയർ ലീഗ് വിജയിക്കുക എന്നുള്ളൊരു ടാർഗറ്റുമായിട്ട് തന്നെയാണ് ഈ ടീം ഇറങ്ങിയത് എന്നുള്ളതാണ്. പക്ഷേ ബേസിക് റിക്വയർമെൻറ്റ് ഫില്ല് ചെയ്യാതെയാണ് ആർസണൽ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് ഈ ഒരു സീസണിലേക്ക് എന്നുള്ളതാണ്. കാരണം ഒരു ഫുട്ബോൾ മത്സരം വിജയിക്കണമെങ്കിൽ 3 പോയിന്റ് ഉറപ്പാക്കണമെങ്കിൽ ഗോള് നേടണമെങ്കിൽ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ അതിന് ഫേവറബിൾ ആയിട്ടുള്ളൊരു പ്ലെയർ വേണം, സ്ട്രൈക്കർ വേണം, ആ ഒരു പൊസിഷനിൽ ഫേവറബിൾ ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ വേണം. അങ്ങനെ ഒരു സ്ട്രൈക്കർ ഇല്ലാതെയാണ് ആർസണൽ ഈ ഒരു സീസണിലും ഇറങ്ങിയത് എന്നുള്ളതാണ്. സോ ഇത് ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല, കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. ഒബമേയാങ് ക്ലബ്ബ് വിട്ട് പോയതിന് ശേഷം ഒരു സ്ട്രൈക്കറെ, ഒരു നമ്പർ 9 സ്ട്രൈക്കറെ കൊണ്ടുവരുന്നത് ഒരു പ്രയോറിറ്റി ആയിട്ട് ആർസണൽ മാനേജ്മെൻറ്റ് കണ്ടില്ല എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരു എഫക്റ്റ് ഈ സീസണിൽ വളരെ നന്നായിട്ടുണ്ടായി എന്നുള്ളതാണ്. കായ് ഹാവേർട്സിനെ വെച്ചാണ് സീസണിൻ്റെ ഒരുപാട് സമയം ആ ഒരു പൊസിഷൻ മേക്കപ്പ് ചെയ്തതെന്നുള്ളതാണ്. ഇപ്പോൾ കായ് ഹാവേർട്സിന് എടുത്തു പറയണം, 15 ഗോള് ഈ ഒരു സീസണിൽ എല്ലാ കോമ്പറ്റീഷനും ചേർത്ത് ആ ഒരു തരം നേടിയെന്നുള്ളതാണ്. ഹയസ്റ്റ് ഗോൾ സ്കോറാണ് ഈ ഒരു സീസണിൽ ആർസണലിൻ്റെ. അസിസ്റ്റ് ചാർട്ടിൽ ബുക്കായ സാക്കയാണ് 13 അസിസ്റ്റ് ആയിട്ട് ഓൾ കോമ്പറ്റീഷൻസ് നോക്കുകയാണെങ്കിൽ. പ്രീമിയർ ലീഗിലാണെങ്കിൽ 9 ഗോൾ കായ് ഹാവേർട്സ് നേടി 23 മത്സരങ്ങളിൽ നിന്നുമാണ്. സോ കായ് ഹാവേർട്സിനെ വെച്ച് മേക്കപ്പ് ചെയ്തതല്ലാതെ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാനായിട്ട് ആർസണൽ മുതിർന്നില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ലാസ്റ്റ് സമ്മർ ഉണ്ടായിരുന്നു, അതേപോലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഉണ്ടായിരുന്നു. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, ജനുവരി ട്രാൻസ്ഫർ വിൻഡോന് തൊട്ട് മുമ്പ് തന്നെ ഗബ്രിയേൽ ജീസസ് ഇഞ്ചേർഡ് ആയിരുന്നു. അഗെയിൻ ഗബ്രിയേൽ ജീസസും ഒരു സ്ട്രൈക്കർ അല്ല, കായ് ഹാവേർട്സും ഒരു സ്ട്രൈക്കർ അല്ല. പക്ഷേ ആ ഒരു പൊസിഷനിൽ കളിച്ചിരുന്ന ഗബ്രിയേൽ ജീസസ്, അതായത് കായ് ഹാവേർട്സിന് താഴെ ആ പൊസിഷനിൽ കളിച്ചിരുന്ന ഗബ്രിയേൽ ജീസസ് ഓൾറെഡി ഇഞ്ചേർഡ് ആയി എന്നുള്ളതാണ്. സോ എല്ലാവർക്കും ഓർമ്മയുണ്ടോ, ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് എത്തിയപ്പോൾ എല്ലാ ആർസണൽ ഫാൻസും ഡേ ബൈ ഡേ ആരെയായിരിക്കും ആർസണൽ സൈൻ ചെയ്തിരുന്ന ആ സ്ട്രൈക്കർ പൊസിഷനിലേക്ക്, ആരെയായിരിക്കും ആർസണൽ കൊണ്ടുവരുന്നത്, നമുക്ക് ആ ഒരു പ്രീമിയർ ലീഗിന് ഒരു പുഷ് കൊടുക്കണമെങ്കിൽ നമുക്കൊരു സ്ട്രൈക്കർ വേണം, ആരെയായിരിക്കും നമ്മൾ കൊണ്ടുവരാൻ പോകുക എന്നുള്ളത് എണ്ണി ആ ഒരു 30 ദിവസം എണ്ണി തീർത്തു എന്നുള്ളതാണ്. അല്ലാതെ ആരും വന്നില്ല. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞപ്പോൾ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഓക്കെ ഫൈൻ, ഇനി വേറൊന്നുമില്ല, കായ് ഹാവേർട്സിനെ വെച്ച് കിട്ടുന്നത് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്. ആ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞ സമയത്ത് തന്നെ ദുബായിൽ സമ്മർ ട്രെയിനിങ് ക്യാമ്പിന് വന്നപ്പോൾ കായ് ഹാവേർട്സും ഇഞ്ചേർഡായി. സീസൺ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കഴിഞ്ഞു അവിടെ. ആ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞു. അതിനുശേഷം നേരെ കായ് ഹാവേർട്സിൻ്റെ ഇഞ്ചുറിയും കൂടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. ഇനി സ്ട്രൈക്കിംഗ് പൊസിഷനിൽ കളിക്കാൻ വേറെ ആരെങ്കിലും ഇറക്കണം, വേറെ പൊസിഷനിൽ നിന്ന് ആരെങ്കിലും പിടിച്ചിറക്കണം. ഇനി പ്രീമിയർ ലീഗ് നോക്കണ്ട, നമ്മളത് വിട്ടു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയതാണ്. സോ ആ ഒരു സ്ട്രൈക്കറിൻ്റെ അഭാവം ഓൾറെഡി ഉണ്ടായിരുന്ന ടീമിന് ആ ഒരു മൾട്ടിപ്പിൾ ഇഞ്ചുറീസും കൂടി വന്നപ്പോൾ ശരിക്കും നമ്പർ 9 പൊസിഷൻ ശരിക്കും ഒരു ഓപ്പൺ സ്പേസ് ആയി പോയി എന്നുള്ളതാണ്. അതിനുശേഷം മിഡ്ഫീൽഡിൽ നിന്ന് മിക്കേൽ മെറീനോ ആണ് ആ ഒരു പൊസിഷനിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്തത് എന്നുള്ളതാണ്. ശരിക്കും സ്റ്റെപ്പ് അപ്പ് ചെയ്തു എന്ന് തന്നെ പറയണം. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ ആ ഒരു പ്ലെയർ നടത്തി എന്നുള്ളതാണ്. ഗോൾ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സ്ട്രൈക്കറിൻ്റെ സ്റ്റൈലിലുള്ള ഗോളുകളായിരുന്നില്ലെങ്കിലും ഗോളുകൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. ഹൈറ്റ് അഡ്വാൻറ്റേജ് ഒക്കെ യൂസ് ചെയ്ത ആ പ്ലെയർ അത്യാവശ്യം അത് മുതലാക്കി എന്നുള്ളത് തന്നെ പറയാമെന്നുള്ളതാണ്. പക്ഷേ
ഒരു സ്ട്രൈക്കറിൻ്റെ പെർഫോമൻസ് അവിടെ നമ്മൾ മിസ് ചെയ്തു എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ പ്ലേയിങ് സ്റ്റൈലിലും ഒരു സ്ട്രൈക്കറിൻ്റെ അഭാവം നമുക്ക് വളരെയധികം ഫേസ് ചെയ്തിരുന്നു എന്നുള്ളത്. കായ് ഹാവർട്സ് ഉള്ള സമയത്ത് കൂടിയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ അറ്റാക്കിംഗ് ത്രൂ ദ വിങ്സ് വരുമ്പോൾ ബോക്സിലേക്ക് പന്തുകൾ എത്തുന്നുണ്ടായിരുന്നു, ബോക്സിൽ ടച്ചുകൾ വരുന്നുണ്ടായിരുന്നു, പക്ഷേ പോസ്റ്റിലേക്ക് ആ ഒരു വിന്നിങ് ഗോൾ അല്ലെങ്കിൽ ആ സ്കോറിങ് ഷോട്ട് പായിക്കാനായിട്ട് ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിൻറ്റ് ഉള്ള പ്ലെയർ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. ബോക്സിനകത്ത് ടച്ചസ് ഒക്കെ എടുക്കാനായിട്ട് പ്ലെയേഴ്സ് ഉണ്ടായി, പക്ഷേ ബോക്സിൽ നിന്ന് ആ ഒരു ഷോട്ട് പായിക്കാനായിട്ട് ഗോൾ കീപ്പറെ ടെസ്റ്റ് ചെയ്യാൻ ഒതുങ്ങുന്ന ഒരു സ്ട്രൈക്കർ നമുക്കില്ലാതെ പോയി. അത് ഈ സീസണിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 14 ഡ്രോ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് കുറച്ചൊക്കെ മാറ്റാൻ സാധിച്ചേനെ. കപ്പടിക്കുമെന്ന് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, പക്ഷേ ലിവർപൂളുമായിട്ട് ഈ ഒരു 10 പോയിന്റിൻ്റെ ഗ്യാപ്പ് എന്നുള്ളത് മേ ബി കുറച്ചും കൂടി നല്ലൊരു ഫൈറ്റ് കൊണ്ടുവരുന്നത്, കുറച്ചും കൂടി മാന്യമായിട്ടൊരു ഫൈറ്റ് കൊണ്ടുവരാൻ നമുക്കൊരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു സ്പെഷ്യലിസ്റ്റ് സ്ട്രൈക്കർ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി സാധിച്ചേനെ എന്നുള്ളതാണ്. മറ്റൊരു മേജർ കാര്യം എന്ന് പറയാനുള്ളത് ലാക്ക് ഓഫ് പ്ലാൻ ബി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു പൊസഷനും കൺട്രോളും എല്ലാം പിടിച്ചു വെച്ച് അത്യാവശ്യം സ്ലോ ആയി ബിൽഡ് ചെയ്ത് ക്ഷമയോടെ കളിക്കുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലാണ് ആഴ്സണലിൻ്റെ എന്നുള്ളത്, ത്രൂ ദ വിങ്സ്. സോ അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മൾ ഒരുപാട് സമയത്തും അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് വിനയായിട്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മത്സരത്തിൽ ഉടനീളം കൺട്രോളും പൊസിഷനും ഒക്കെ ഉണ്ടെങ്കിലും അവസാനം ആ ഒരു ഗോൾ സ്കോറിങ് ചാൻസസ്, ക്രിട്ടിക്കൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയം വരുമ്പോഴേക്കും നമ്മൾ ഡൗൺ ആയി പോകുന്ന ഒരു സാഹചര്യം. എസ്പെഷ്യലി ലോ ബ്ലോക്ക്, നമുക്കെതിരെ ലോ ബ്ലോക്ക് ഒരു മേജർ ആയുധമാണെന്ന് ഇത്തവണ പ്രീമിയർ ലീഗിലെ ചെറിയ ടീമുകളടക്കം മനസ്സിലാക്കുകയും ചെയ്തു, അവരത് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്തു. സോ ഈ ലോ ബ്ലോക്ക് പൊട്ടിച്ചൊന്ന് മുന്നേറാനായിട്ട് ഒരു പ്ലാൻ ബി കൊണ്ടുവരാൻ മിക്കേൽ ആർട്ടറ്റ ശരിക്കും ഈ ഒരു സീസണിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ കൗണ്ടർ അറ്റാക്കിംഗ് ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കുന്നത് നമ്മുടെ ടീമിന് വളരെ കുറവാണ്. അത് അടുത്ത സീസണിലേക്ക് മാറേണ്ട ഒരു മേജർ കാര്യമാണ്. ഈ ഒരു സീസണിൽ അത് വളരെയധികം കുറവായിരുന്നു. സോ ഈ ഒരു കൺട്രോൾഡ് പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ നമുക്ക് എത്രത്തോളം നല്ലത് തന്നിട്ടുണ്ടോ അതിൻ്റെ ഒരു ഫെയർ ഷെയർ നെഗറ്റീവ്ലി നമ്മളെ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു സീസണിൽ. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലോ ബ്ലോക്ക് പിടിക്കുന്ന ടീമുകൾക്കെതിരെ. പിന്നെ അതേപോലെ തന്നെ ഈ സെറ്റ് പീസ് FC എന്നൊരു ചിലപ്പേരൊക്കെ സീസണിൻ്റെ തുടക്കകാലത്ത് ഉണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഓക്കെ ഫൈൻ, അതിൽ നിന്ന് അത്യാവശ്യം കൺവേർഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ, എസ്പെഷ്യലി കോർണേഴ്സിൽ നിന്നും സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴും പക്ഷെ ആ ഒരു നമ്പേഴ്സ് അത്ര അങ്ങോട്ട് കീപ്പപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സോ ആ സെറ്റ് പീസ് FC എന്നുള്ള ചിലപ്പേര് വിളി നമ്മൾ അതിൻ്റെ ഒരു മുഴുവൻ അർത്ഥത്തിൽ നമുക്കത് മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഹാഫിൽ ഒരു പെർഫോമൻസ് സെക്കൻഡ് ഹാഫിലേക്ക് സെറ്റ് പീസിൽ നിന്ന് കൺവേർഷൻ കൊണ്ടുവരാൻ ആശ്രമിച്ച് ഇച്ചിരി കുറവായിരുന്നു. ഫ്രം കോർണേഴ്സാണ് എടുത്ത് പറയുന്നത്, ഫ്രീ കിക്സും കാര്യങ്ങളും അല്ല എടുത്ത് പറയുന്നത്. സോ അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ആ ഒരു ലോ ബ്ലോക്ക് പിടിച്ച് മുന്നേറാനായിട്ട് ഫ്രം ദ വിങ്സ്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ത്രൂ ദ സെൻട്രൽ ക്രിയേറ്റിവിറ്റി. സോ നമ്മുടെ ടീമിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന പേര് ക്യാപ്റ്റൻ ഒഡഗാർഡിൻ്റെ കാര്യം തന്നെയാണ്. സോ ഒഡഗാർഡ് ഇഞ്ചേർഡായി പോയ സമയത്ത്, ആ ഇൻ്റർനാഷണൽ ബ്രേക്കിനിടയ്ക്ക് നോർവേയിൽ കളിക്കാൻ സമയത്ത് ഇഞ്ചേർഡായ സമയത്തിന് ശേഷം നമ്മുടെ ടീമിന് ഒരു ക്രിയേറ്റീവ് ഇൻപുട്ട് ഇല്ല എന്നുള്ള കംപ്ലയിൻറ്റ് കുറേ കാലം നമ്മുടെ ടീമിനെ ചുറ്റിപ്പറ്റി തന്നെ നിന്നായിരുന്നു. അവസാനം ഒഡഗാർഡ് തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും വിചാരിച്ചു ഓക്കെ ഫൈൻ, ഇനി ടീമിൻ്റെ ക്രിയേറ്റീവ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ സ്റ്റിൽ ഒഡഗാർഡിന് ആ ഒരു ക്രിയേറ്റീവ് ടച്ച്, ആ മാജിക് ടച്ച് അദ്ദേഹത്തിൻ്റെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ സീസണിൽ പിന്നീട് കാര്യമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ പ്ലെയറിന് മൊത്തത്തിൽ എഴുതി തള്ളുന്നതല്ല, 18 ഗോളർ അസിസ്റ്റ് ഈ ഒരു സീസണിൽ ആ പ്ലെയറിന് ഉണ്ട്. 2025 കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് ആ പ്ലെയറിൻ്റെ വന്നേക്കുന്നത്. ബട്ട് അത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്ലെയറിൻ്റെ ഒരു ബെസ്റ്റ് ഈ ഒരു സീസണിൽ പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ്. അതേപോലെ മറ്റുള്ള ഒരുപാട് പ്ലേയേഴ്സിൻ്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. ഡെക്ലാൻ റൈസിൻ്റെ ഒക്കെ സ്റ്റെപ്പ് ചെയ്ത കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. സീസണിൻ്റെ ഫസ്റ്റ് ഹാഫിലല്ല, സെക്കൻഡ് ഹാഫിൽ പക്ഷേ ആ പ്ലെയർ ഡെക്ലാൻ റൈസ് ശരിക്കും സ്റ്റെപ്പ് ചെയ്തു, ടീമിൻ്റെ എഞ്ചിനായിട്ട് മാറി എന്നുള്ള കാര്യമൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ബട്ട് ടോട്ടലായിട്ട് പറയുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടൊരു പ്ലാൻ ബിയും കൂടി വേണമായിരുന്നു. ഒരു പ്രീമിയർ ലീഗ് അടിക്കാൻ നിൽക്കുന്ന ടീമിന് ഈ ഒരു കൺട്രോൾഡ് പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ വർക്കൗട്ട് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്കെതിരെ ഒരു ടീം ലോ ബ്ലോക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിക്കാനുള്ളൊരു പ്ലാൻ ബിയും ആഴ്സണൽ കരുതിയിരിക്കണമായിരുന്നു. അത് നെക്സ്റ്റ് സീസണിലേക്ക് ഇനി ഉണ്ടാകുമെന്ന് വിചാരിക്കാം. സോ ഇനി മറ്റൊരു മേജർ കാര്യം എടുത്തു പറയാനുള്ളത് റഫറിങ് കോൾസ് ആണ്. നമുക്കൊരു 6 റെഡ് കാർഡ് ഈ പ്രീമിയർ ലീഗ് സീസണിൽ കിട്ടിയായിരുന്നു എന്നുള്ളതാണ്. സോ അതിൽ ചിലതൊക്കെ സില്ലി കോൺട്രവേഴ്ഷ്യൽ റെഡ് കാർഡ്സ് ഒക്കെ ആയിരുന്നു. ഒരുപാട് ചർച്ചകൾക്കും വാഗ്വാദങ്ങളൊക്കെ വിധേയമായ റെഡ് കാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ എടുത്തു പറയാൻ ഡെക്ലാൻ റൈസിൻ്റെ റെഡ് കാർഡ്, അതേപോലെ ട്രൊസാർഡിൻ്റെ റെഡ് കാർഡ്, ലൂയിസ് കെല്ലിയുടെ റെഡ് കാർഡ്, കൗണ്ടർ അറ്റാക്ക് തടഞ്ഞു എന്നുള്ള പേര് ലൂയിസ് കെല്ലിയുടെ റെഡ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കുറച്ച് സില്ലി റെഡ് കാർഡുകളായിരുന്നു, ഇതിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചില പെനാൽറ്റി കോൾസൊക്കെ നമുക്ക് ഹാർഷായിട്ട് നമുക്കെതിരെ വിളിയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ്.
ശരിയാണ്, നമുക്ക് ആ റെഡ് കാർഡും കാര്യങ്ങളൊക്കെ വന്ന് ഒരാൾ ചുരുങ്ങും, 10 ആളായിട്ട് ചുരുങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റേതായ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടൊക്കെയുണ്ട്. ബ്രൈറ്റനായിട്ട് സിറ്റി ആയിട്ടൊക്കെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമുക്ക്. പക്ഷെ അതൊക്കെ ഒരു മേജർ ഫാക്ടർ എന്ന് എടുത്തു പറയാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അതൊരു ഫാൻ പെർസ്പെക്റ്റീവിൽ കേൾക്കുന്നവർ എടുക്കുകയുള്ളൂ. റഫറീസിനെ വില്ലന്മാരായിട്ട് നിർത്തുന്ന എല്ലാ ക്ലബ്ബുകളും പറയുന്ന ഒരു സെയിം ശൈലി തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു 6 റെഡ് കാർഡ് കിട്ടി എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറേ സില്ലി റെഡ് കാർഡുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് എന്ന് തോന്നുന്നു. ആൻഡ് പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, നമ്മുടെ പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയും കാര്യങ്ങളും, ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി എന്നൊക്കെ പറയില്ല. ഇപ്പോൾ പെപ് ഗാർഡിയോളയ്ക്ക് കീഴിൽ 4 വട്ടം ഒക്കെ അടുപ്പിച്ച് സിറ്റി കപ്പ് നേടിക്കൊണ്ടിരുന്ന, പ്രീമിയർ ലീഗ് നേടിക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ പ്ലേയിങ് സ്റ്റൈലിനേക്കാൾ ഉപരി ആ പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയും കാര്യങ്ങളും ഒക്കെ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അതേപോലത്തെ ഒരു മെൻറ്റാലിറ്റി, ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി നമ്മുടെ ടീമിന് ഇപ്പോഴും അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി ഫീല് ചെയ്തില്ല ഈ ഒരു സീസണിലും. മേ ബി ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ടീം പല സമയത്തും ഷെയ്ക്കണപ്പ് ആയിരുന്നു, അതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷേ നെക്സ്റ്റ് സീസണിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഒരു ഡോമിനൻറ്റ് ഫൈറ്റ് കൊടുക്കാനായിട്ട് അത്രയും സ്ട്രോങ് ചാമ്പ്യൻ മെൻറ്റാലിറ്റി ആയിട്ട് നമ്മുടെ പ്ലേയേഴ്സ് റെഡി ആവണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ കുറേ പ്ലേയേഴ്സ് സ്റ്റെപ്പപ്പ് ചെയ്യേണ്ടതുണ്ട്, സ്റ്റെപ്പപ്പ് ചെയ്യാൻ തന്നെ വേണം. നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു, പ്രൊമിനൻറ്റ് പ്ലേയേഴ്സൊക്കെ ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തതാണ്. പക്ഷേ നെക്സ്റ്റ് സീസണിലേക്ക് വരുമ്പോൾ ഈ സ്റ്റെപ്പപ്പ് ചെയ്യേണ്ട പ്ലേയേഴ്സ് എല്ലാം, ഇൻക്ലൂഡിങ് ബുക്കായോ സാക്ക, ഐ എം സെയിങ്, അവരൊക്കെ സ്റ്റെപ്പപ്പ് ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് കുറേ മേജർ ഫാക്ടേഴ്സായിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മേജർ ഫാക്ടേഴ്സായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്താട്ടോ. ആൻഡ് അതേപോലെ സീസണിലെ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയേണ്ട 2 പ്ലേയേഴ്സ് ഉണ്ട്, അത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈതൻ ന്യൂനറിയും ലൂയിസ് കെല്ലി. അതിൽ ലൂയിസ് കെല്ലിയുടെ കാര്യം കുറച്ചും കൂടി ഒരു പൊട്ടിക്ക് മേലെ നിൽക്കും ലൂയിസ് കെല്ലി. കാരണം ഈതൻ ന്യൂനറിക്ക് അത്രയും അവസരങ്ങൾ കിട്ടിയിട്ടില്ല. ലൂയിസ് കെല്ലി കിട്ടിയ അവസരം ഒക്കെ അങ്ങോട്ട് മുതലാക്കി എന്നുള്ളതാണ്. ഒരു വിശ്വസ്തനായ നെക്സസിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ ചിലപ്പോൾ സ്റ്റാർട്ടറായിട്ട് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ പ്ലെയർ. സോ ലൂയിസ് കെല്ലിയും ഈതൻ ന്യൂനറിയും ഈ സീസണിലെ കണ്ടുപിടുത്തങ്ങൾ തന്നെയായിരുന്നു. ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ കാരണം ഈ സീസണിൽ ഉണ്ടായൊരു ഗുണം എന്ന് പറയുന്നത് ഈ 2 പ്ലേയേഴ്സിനെയും കണ്ടെത്താനായിട്ട് മിക്കൽ ആർട്ടറ്റയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. സോ അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ 2 പ്ലേയേഴ്സിൻ്റെയും കാര്യം. പിന്നെ സ്റ്റെപ്പപ്പ് ചെയ്ത പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യമേ എടുത്തു പറഞ്ഞ ഡെക്ലാൻ റൈസിൻ്റെ കാര്യം എടുത്തു പറഞ്ഞാൽ, എസ്പെഷ്യലി ആ ഒരു സീസണിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക്, ഫസ്റ്റ് ഹാഫ് മോശമായിരുന്നു എന്നല്ല, പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ പ്ലെയർ ശരിക്കും അവിടെ കത്തിക്കയറി എന്നുള്ളതാണ്. നമ്മുടെ റണ്ണിങ് എഞ്ചിനായി ഈ ടീമിൻ്റെ എന്നുള്ളതാണ്. സോ അത് വളരെയധികം എടുത്തു പറയണം. ആ ഒരു പിവറ്റ് പൊസിഷനിൽ നിൽക്കാണ്ട് പ്ലെയർ കുറച്ചും കൂടി അറ്റാക്കിംഗ് ത്രെറ്റ് കൊടുക്കുന്ന, ബോക്സിലെ സ്ഥിര സാന്നിധ്യമായി, അതേപോലെ തന്നെ ഡിഫൻസീവ് ഡ്യൂട്ടീസിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരു ശരിക്കും ലിറ്ററലി എഞ്ചിൻ തന്നെയായിരുന്നു ടീമിൻ്റെ എന്നുള്ളതാണ്. സോ അത് അദ്ദേഹം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിട്ട് തോന്നി. അതേപോലെ ടിംബറിൻ്റെ കാര്യം, ജൂലിയൻ ടിംബറിൻ്റെ കാര്യം, റൈറ്റ് ബാക്ക് പൊസിഷനിൽ പെൻ വൈറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു അഭാവം സീസണിലുടനീളം ഫീൽ ചെയ്യിപ്പിച്ചിട്ടില്ല ജൂലിയൻ ടിംബറെ എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ട ഒരു ഇത് തന്നെയാണ്. നല്ല പെർഫോമൻസ് തന്നെ ജൂലിയൻ ടിംബറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആൻഡ് മിക്കൽ മറീനോ സ്റ്റെപ്പപ്പ് ചെയ്തു. പ്ലെയർ ആ ഒരു മിഡ്ഫീൽഡ് പൊസിഷനിലല്ല, ഞാൻ ആ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് പ്ലെയറിന് മേക്കപ്പ് ചെയ്യേണ്ടി വന്നപ്പോൾ ആ പ്ലെയർ ശരിക്കും അങ്ങോട്ട് സ്റ്റെപ്പപ്പ് ചെയ്തു. ആസ് എ സ്ട്രൈക്കറിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ അല്ലെങ്കിലും ആ ഒരു ത്രെറ്റ് കൊണ്ടുവരാനായിട്ട് പല സാഹചര്യങ്ങളും പ്ലെയറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഗോൾസെല്ലാം സ്കോർ ചെയ്യാൻ കഴിഞ്ഞു, ഹൈ ബോൾസിൽ അത്യാവശ്യം ത്രെറ്റ് ആ പ്ലെയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഡിഫെൻസീവ് ലൈനിൽ എടുത്തു പറയാൻ ബാക്കി 2 പേരുടെയും കാര്യം നമുക്കറിയാം, സാലിബയും ഗബ്രിയേലും. അത് നമുക്കറിയാം, നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് ആ ഒരു ഡുവോ എന്ന് പറയുന്നത്. അത് ഇത്തവണയും അവർ കീപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ബെസ്റ്റ് ഡിഫൻസ് റെക്കോർഡ് തന്നെ ഇത്തവണ ഈ സീസണിലും അവർക്ക് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഗബ്രിയേലിൻ്റെ കാര്യം കുറച്ചും കൂടി എടുത്തു പറയണം. ആ ഇഞ്ചുറിക്ക് ശേഷം പ്ലെയറിനെ മിസ് ചെയ്തു. ഇവർ കുറച്ചൊക്കെ കീപ്പപ്പ് ചെയ്തെങ്കിലും ഗബ്രിയേലിനെ ഈ സീസണിൽ കുറച്ചും കൂടി വല്ലാതെ അങ്ങോട്ട് സാലിബേനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഗബ്രിയേലിന് കഴിഞ്ഞു. എസ്പെഷ്യലി ആ ഡിഫെൻസീവ് കേപ്പബിലിറ്റി കൊണ്ട് മാത്രമല്ല, അറ്റാക്കിംഗ് തട്ട്, ഓപ്പോസിറ്റ് ബോക്സിൽ അറ്റാക്കിംഗ് തട്ട് ഫ്രം കോർണേഴ്സ് കൊടുക്കുന്നതിൽ ഗബ്രിയേൽ വളരെയധികം മികച്ചു നിന്നു, അഗ്രസീവായിട്ട് തന്നെ നിന്നു എന്നുള്ളതാണ്. സോ അതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആൻഡ് ഗോൾ കീപ്പറായ ഡേവിഡ് റായ കണ്ടിന്യൂസ്ലി സെക്കൻഡ് സീസണും ആള് ഗോൾഡൻ ഗ്ലവ് വിൻ ചെയ്തു. ഇത്തവണ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഗോൾ കീപ്പറായ സെൽസിൻ്റെ കൂടെ ജോയിൻറ്റ് വിന്നറായിട്ടാണ്. സോ കണ്ടിന്യൂസ് ആയിട്ട് ഗോൾഡൻ ഗ്ലവ് വിൻ ചെയ്തു. നല്ല പെർഫോമൻസ് തന്നെ, ഒരു എഫക്റ്റീവ് ക്രൂഷ്യൽ പെർഫോമൻസസ് തന്നെ ഈ സീസണിൽ പ്ലെയർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ചാമ്പ്യൻസ് ലീഗിലെ അറ്റ്ലാന്റയായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ഓർത്താൽ മതി. അതേപോലെ തന്നെ പ്രീമിയർ ലീഗിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ന്യൂകാസ്റ്റിലായിട്ടുള്ള മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് നമുക്ക് ടോപ്പ് 4 സ്പോട്ട് കൺഫേം ചെയ്യുന്നതിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് പെർഫോമൻസ് തന്നെയായിരുന്നു. സോ അതും വളരെയധികം എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെയാണ് പ്ലെയറിൻ്റെ. ഡേവിഡ് റായും വളരെയധികം സ്റ്റെപ്പപ്പ് ചെയ്തൊരു സീസൺ തന്നെയായിരുന്നു. സോ ഇപ്പം എൻ്റെ ചോദ്യം വരുന്നത് എങ്ങനെയാണ്, ആരാണ് ആർസണലിൻ്റെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ഈ ഒരു സീസണിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ, ഐ തിങ്ക് എനിക്ക് 2 പേരുകളിൽ ഞാൻ സ്റ്റക്കാണ് ഇവിടെ. ഡെക്ലാൻ റൈസിൻ്റെ കാര്യത്തിലും അതേപോലെ ഡേവിഡ് റായുടെ കാര്യത്തിലും ഞാൻ അത്യാവശ്യം സ്റ്റക്കാണ്. ഇതിൽ ആരെയാണ്
പേടിക്കണം. ഇപ്പോൾ ബാക്കിയുള്ള ഗബ്രിയേലൊക്കെ ശരിക്കും ആ ലിസ്റ്റിലേക്ക് വരേണ്ടതായിരുന്നു, പക്ഷേ ഇഞ്ചുറി കൺസേൺസും കാര്യങ്ങളൊക്കെ വന്നു പോയത് കൊണ്ടാണ് ആ പ്ലെയറിൻ്റെ എനിക്ക് തോന്നുന്നു ഈ 2 പേരുകൾക്ക് കുറച്ച് താഴെയായി പോയത് ഗബ്രിയേൽ എന്ന് എനിക്ക് തോന്നി. ഡെക്ലാൻ റൈസിനെയും ഡേവിഡ് റായുടെയും കാര്യത്തിൽ ഞാൻ സ്റ്റക്കായിട്ട് കാരണം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഡെക്ലാൻ റൈസ് ആണോ അതോ ഡേവിഡ് റായ് ആണോ ആർസണലിൻ്റെ ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡിന് കൂടുതൽ അർഹൻ, അല്ലെങ്കിൽ ആ ഒരു പദവി അലങ്കരിക്കാൻ കുറച്ചുകൂടി അർഹൻ ഏത് പ്ലെയർ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും പ്ലെയർ ആണ് വരുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുകയാണ്. അതേപോലെ നമ്മുടെ ടീം ഇമ്പ്രൂവ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ താഴെ നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ്. എനിവേ പ്ലെയേഴ്സിനെ റേറ്റ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചൊക്കെയുള്ള വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും, എല്ലാം കൂടി ഇതിനകത്ത് കുത്തിക്കിട്ട് ശരിയാവില്ല. ഓക്കെ ഗൈസ്, സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നമ്മുടെ വീഡിയോ കുറച്ചും കൂടി കിടന്ന് കറങ്ങണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് വളരെയധികം അത്യാവശ്യമാണ്. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, നമ്മളിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. അതേപോലെ നിങ്ങൾ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, സോ ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.